ജ്ഞാനമായവൾ വീഥിയിൽ ഘോഷിക്കുന്നു, വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം 20-ാം വാക്യം. ജ്ഞാനം വീഥിയിൽ ഘോഷിക്കപ്പെടുന്നുണ്ട്. നാം തിരക്കുകൾക്കിടയിൽ ഈ ദൈവിക ജ്ഞാനം ശ്രദ്ധിക്കാതെ പോകുകയാണ്. വാണവരുടെയും വീണവരുടെയും കഥകൾ തെരുവുകളിൽ തിരക്കുകളുടെ ഇടയിൽ വലിയ സ്വരത്തിൽ ഘോഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം നാം മറന്ന് ജീവിക്കുവാൻ പാടുള്ളതല്ല. നാം ചെവി തുറന്ന് കേൾക്കുമ്പോൾ ഈ ലോകത്തിൽ ഉന്നത സ്ഥാനരായിരുന്ന പലരും ഇന്നിതാ ഏറ്റവും താണ അവസ്ഥയിൽ ജീവിക്കുന്നത് ഈ നഗരമധ്യത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വീതിയിൽ ഘോഷിക്കപ്പെടുന്നത് ഈ ജ്ഞാനം ആകുന്നു. നമ്മുടെ കൺമുൻപിലുള്ള ഈ ജ്ഞാനത്തെ വിട്ടിട്ട് നാം ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കി അവിടുത്തെ ജ്ഞാനം പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം അത് ഉച്ചസ്ഥായിയിൽ തന്നെ നഗരങ്ങളിലും തെരുക്കോണുകളിലും തൻ്റെ സ്വരം കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ സ്വരം കേൾക്കുവാൻ അല്പം പോലും സമയം കൊടുക്കാതെ നാം നമ്മുടെ തിരക്കുകളിൽ നടന്നു പോകുകയാണോ? ഓരോ ദിവസവും ആഘോഷത്തോടെ പുതുപുത്തൻ സംരംഭങ്ങൾ ഉയർന്നു പോകുന്നതിൻ്റെ ഘോഷം നാം പട്ടണങ്ങളിൽ കേൾക്കുന്നു. എന്നാൽ തുടർന്നങ്ങോട്ട് ഈ പ്രസ്ഥാനങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്ന് നാം അറിയുന്നില്ല. തെറ്റിപ്പോയവരുടെ, തകർന്നു വീഴുന്നവരുടെ നിലവിളികൾ എവിടെയാണ് പോയി ഒടുങ്ങുന്നത്? യഥാർത്ഥത്തിൽ നാം നോക്കി ജീവിക്കേണ്ടുന്ന ഈ ജീവിത പാഠങ്ങളുടെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുവാൻ നമുക്ക് കാതുകൾ ഇല്ലാതെ പോകുന്നു. വിശാല സ്ഥലത്തെ ദൈവശബ്ദത്തെക്കാൾ ഒതുങ്ങിയ സ്ഥലങ്ങളിലെ കുശുകുശുപ്പുകൾ കേൾക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഇത്തരം തെറ്റായ വാർത്തകൾ നമ്മയും നാശത്തിൻ്റെ പാതയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നാം അറിയുന്നില്ല. വീഥിയിൽ കേൾക്കപ്പെടുന്ന ജ്ഞാനത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ ശക്തിയേറിയ ഇടിമുഴക്കം പോലുള്ള ശബ്ദം നാം അവഗണിച്ചു പോകുമ്പോൾ, ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ശബ്ദങ്ങൾ മാത്രം നാം ശ്രദ്ധിക്കപ്പെട്ടു പോകുമ്പോൾ ജ്ഞാനത്തെ നാം ബോധപൂർവം അവഗണിക്കുകയാണ്. ആടുകൾ തൻ്റെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. കർത്താവായ യേശുക്രിസ്തു നല്ല ഇടയനാകുന്നു. അവൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയവൻ. അവൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ നാം പഠിക്കേണ്ടതുണ്ട്. വഞ്ചിക്കുന്ന ചെന്നായ്ക്കൾ ഇടയൻ്റെ ശബ്ദം അനുകരിക്കുമ്പോൾ അത് ഇടയനാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ചെന്നായ്ക്കളുടെ പിന്നാലെ പോയി നശിക്കുന്നവരായി നാം മാറുവാൻ ഇടവന്നുകൂടാ. നല്ല ഇടയനായ യേശുവിൻ്റെ ശബ്ദം പിൻപറ്റി ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ വിശാല സ്ഥലങ്ങളിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ ഘോഷത്തോടെ രാജാവിനായി തുറക്കപ്പെട്ട വലിയ വാതിലുകളിലൂടെ കർത്താവായ യേശുക്രിസ്തു വാഴുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും കഴിയട്ടെ.